പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിന് എഴുതിയ കത്തിൽ ജയിൽ സൂപ്രണ്ടിന്റെ സീൽ പതിഞ്ഞ സംഭവം മുതൽ ഈ കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത ദിവസം വരെയുള്ള കാര്യങ്ങൾ ആരോ തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് അനുസരിച്ചാണെന്ന് MLA PC ജോർജ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് PC ജോർജ് MLA മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് വായിക്കാം. എറണാകുളത്ത് സിനിമാ നടി തട്ടിക്കൊണ്ടുപോയ കേസിൽ ജയിലിൽ കഴിയുന്ന പൾസർ സുനി എന്ന മുഖ്യപ്രതി ജയിലിൽ നിന്നും അയച്ച കത്ത് വാർത്താമാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ജയിൽ വകുപ്പിന്റെ മുദ്ര പതിഞ്ഞ ഈ കത്തിന്റെ കോപ്പി നവമാധ്യമങ്ങളിൽ കൂടി വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കത്തിന്റെ അസൽ പകർപ്പിന്റെ കോപ്പിയാണെങ്കിൽ ഒട്ടേറെ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധ പതിയേണ്ട പ്രധാനപ്പെട്ട വസ്തുത പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്തിലെ ജയിൽ വകുപ്പിന്റെ മുദ്രയാണ്. പ്രതി പ്രസ്തുത കടലാസിൽ എഴുതുന്ന കത്തുകളും കുറിപ്പുകളും ജയിൽ സൂപ്രണ്ട് വായിച്ചു നോക്കുവാൻ ബാധ്യസ്ഥനാണ്. നിയമപരമായ അപാകതകളൊന്നും ആ കത്തിലോ കുറിപ്പിലോ കണ്ടെത്താൻ ജയിൽ സൂപ്രണ്ടിന് പരിശോധനയിലൂടെ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ആ പ്രതിയുടെ പേരിൽ ജയിലിന് പുറത്തേക്ക് കൈമാറുവാൻ ജയിൽ ചട്ടങ്ങളനുസരിച്ച് കഴിയുകയുള്ളൂ. ഈ ചട്ടം നിലനിൽക്കെയാണ് ഒരു സിനിമാ നടി തട്ടിക്കൊണ്ടുപോയ കേസിൽ ജയിലിൽ കഴിയുന്ന പൾസർ സുനി എന്ന മുഖ്യപ്രതി അതേ കേസുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ പ്രശസ്തനായ ഒരു നടനെ കത്തെഴുതി ജയിലിന് പുറത്തേക്ക് കൈമാറിയത്. ഈ കത്തിൽ ജയിൽ വകുപ്പിന്റെ മുദ്ര പതിഞ്ഞത് അതീവ ഗുരുതരമായ നിയമലംഘനമാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അതേ വിഷയത്തിന് വീണ്ടും പണം ആവശ്യപ്പെട്ടുകൊണ്ട് പൾസർ സുനി എന്ന പ്രതി എഴുതിയ കത്ത് വായിച്ചു നോക്കിയും വിശദമായും പരിശോധിച്ചുമാണോ ജയിൽ സൂപ്രണ്ട് ജയിൽ വകുപ്പിന്റെ മുദ്ര പതിപ്പിച്ച് എന്ന സംശയമാണ് ഉയർന്നിരിക്കുന്നത്. പൾസർ സുനിയുടെ കത്ത് പുറത്തു വന്ന സമയം അത് ദൃശ്യമാധ്യമങ്ങളിലെ രാത്രികാല ചർച്ച നയിക്കുന്ന ഏതാനും മാധ്യമപ്രവർത്തകരുടെ കയ്യിലെത്തിയ രീതി, ഇതൊക്കെ വലിയ സംശയങ്ങളാണ് പൊതുവിൽ ഉയർത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ ഒരു നടനെ മനഃപൂർവ്വം നശിപ്പിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഗൂഢാലോചനയുടെ മുഖ്യ പ്രതിസ്ഥാനത്തേക്കാണ് നിയമവിരുദ്ധമായി തടവുപുള്ളിയുടെ കത്ത് പുറത്തേക്ക് കൈമാറാൻ കൂട്ടുനിന്ന ജയിൽ സൂപ്രണ്ടും എത്തുന്നത്. ഇയാളെ അടിയന്തരമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കേസെടുക്കുവാനും സർക്കാർ തയ്യാറാകണം. ഇതിന് ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെങ്കിൽ സർക്കാരിന്റെ അനുവാദത്തോടുകൂടി നടന്ന ഒരു ആസൂത്രിത ഗൂഢാലോചനയാണെന്ന് ആക്ഷേപം പൊതുസമൂഹത്തിൽ ഉയർന്നുവരും. ആയതിനാൽ ഈ കേസിൽ അടിയന്തര ഉന്നതതല അന്വേഷണവും നടപടികളും ഉണ്ടാകണമെന്ന് സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന ചുമതലാബോധത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയായിരുന്നു PC ജോർജിന്റെ കത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.